ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. 2019 വീണ്ടും പറഞ്ഞു, 2022 ഓരോ ഇന്ത്യക്കാരനും ഒരു വീട്. ഇതായിരുന്നു BJP നൽകിയ വാഗ്ദാനം. എന്തായി അതിൻ്റെ ഗതി? അത് പറയണ്ടേ? ഞങ്ങൾ എത്രത്തോളം ചെയ്തു എന്ന് ഈ ഘട്ടത്തിൽ പറയണ്ടേ? 2024 മാനിഫെസ്റ്റോയിൽ ഇതേക്കുറിച്ച് പരിപൂർണ മൗനമാണ്. നമ്മൾ കേരളം എന്ന ഈ ചെറിയ സംസ്ഥാനത്തിൻ്റെ അനുഭവം ഇതോടൊപ്പം ചേർത്ത് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രാവാക്യമായി എടുത്തത് ഭവനരഹിതരില്ലാത്ത കേരളം എന്നതാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തോട് അടുക്കുകയാണ് നമ്മൾ. ഇപ്പോൾ 4 ലക്ഷം വീടുകൾ എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇതുവരെ കേരളത്തിൽ പൂർത്തീകരിച്ചത് 4,3558 വീടുകളാണ്. 1,52,000 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുക. ഗുണഭോക്താക്കളുടെ ആകെ എണ്ണം 5,03,610. ഇതിൽ എന്താണ് കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തം? പൂർത്തീകരിച്ച 4 ലക്ഷം വീടുകളിൽ PMAY ഗ്രാമീൺ പദ്ധതി വഴി 33,512 വീടുകൾക്ക്, അതായത് കേന്ദ്ര വിഹിതമായിട്ട് വരിക 72,000 രൂപ വീതമാണ്. ഈ PMAY ഗ്രാമീൺ പദ്ധതിയിൽ കേന്ദ്ര വിഹിതം 72,000 രൂപ. അപ്പോൾ അങ്ങനെയുള്ള 33,517 വീട്. PMAY അർബൻ ആ പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് 83,261 വീട്. അതിന് 1,50,000 രൂപ വീതം കേന്ദ്ര വിഹിതം കിട്ടും. പക്ഷേ ഇത് മാത്രമാണ് കേന്ദ്ര സഹായം ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ലൈഫ് മിഷൻ ഇതുവരെ ആകെ ചെലവഴിച്ചത് 17,490 കോടി 33 ലക്ഷം രൂപയാണ്. അതിൽ കേന്ദ്ര വിഹിതമായിട്ട് വരുന്നത് 2,081 കോടി 69 ലക്ഷം രൂപ. അപ്പോൾ 17,490 കോടിയിൽ 2,081 കോടിയാണ് കേന്ദ്ര വിഹിതമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ 11.9%. ഇപ്പോൾ PMAY വഴി ലഭിച്ച കേന്ദ്ര സഹായം 2 പദ്ധതികളിലെയും ഗുണഭോക്താക്കൾക്ക് ബാക്കി സംഖ്യ കൂട്ടി 4 ലക്ഷം രൂപ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. എൻ്റെ തത്സമയ സംപ്രേഷണമാണ് നിങ്ങൾ കണ്ടത്.